വടകര എം പി ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കാനാവില്ല എന്ന് പോലീസ്. സുരേഷ് ബാബുവിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീശൻ നൽകിയിട്ടുള്ള പരാതിയിലാണ് കേസെടുക്കാനാവില്ല എന്ന് പാലക്കാട് നോർത്ത് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പാലക്കാട് നോർത്ത് CI പാലക്കാട് SP-ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നേരിട്ടുള്ള പരാതി അല്ലാത്തതിനാൽ BNS 356 പ്രകാരം അപകീർത്തി കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് നോർത്ത് CI നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തനിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പരാതി നൽകിയിട്ടില്ലായിരുന്നു. അതേസമയം ഷാഫി പറമ്പിലിനെതിരായ പരാമർശത്തിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന് EN സുരേഷ് ബാബു വ്യക്തമാക്കിയിരിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറഞ്ഞതല്ല എന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുരേഷ് ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ CPIM-ന് താല്പര്യമില്ല എന്നും വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾ കാര്യങ്ങൾ പറയാറുള്ളൂ എന്നും സുരേഷ് ബാബു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും പറയുന്നവരല്ല CPIM എന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസുകാർക്കെതിരെ നിരന്തരം എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിനെ യുവതിയുടെ വീട്ടിനുള്ളിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിന് ക്രൂരമർദ്ദനം ഏറ്റിട്ടുണ്ടായിരുന്നു. യുവാവിന്റെ കൈ തല്ലിയൊടിച്ച് നേതാവ് വീട്ടിനുള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭർത്താവിന്റെ പരാതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവകുമാറിനെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പരാതിക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്താണ് കോൺഗ്രസ് നേതാവിനെ വീട്ടിനുള്ളിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അത് ചോദ്യം ചെയ്ത യുവാവിനെ കോൺഗ്രസ് നേതാവ് അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. പ്രതി അസഭ്യം പറഞ്ഞുകൊണ്ട് പരാതിക്കാരനെ അടിക്കുകയും ചവിട്ടുകയും തറയിലിടുകയും അവിടെ കിടന്ന അപകടകരായുധമായ ഒരു പട്ടുകല്ലെടുത്ത് കഷ്ണമെടുത്ത് വലത് കൈയിലും കഴുത്തിന് പുറകു വശത്തും നടുവിനും ഒക്കെ അടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ പരാതിക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. പ്രതി കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരൻ പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ എന്ത് തന്നെയാണെങ്കിലും പോലീസ് കേസെടുത്തിരിക്കുകയാണ്.